എൻ്റെ അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ, ഒരു വിഷുവിന് ഞാനും എൻ്റെ അമ്മയും നിൽക്കുന്ന ചിത്രം ഞാൻ മുഖപുസ്തകത്തിൽ പങ്കുവച്ചപ്പോൾ അതിൽ അശ്ലീല ചുവയോടുകൂടി കമൻറ്റ് ചെയ്ത 3 CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ SP-ക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് വിഷു ഒന്നായി, കൊല്ലം ഒന്നായി. ഇതുവരെ എന്നോടൊരാൾ ഫോൺ കോളിൽ കൂടെ പോലും അന്വേഷിച്ചിട്ടില്ല. കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിനെതിരായിട്ട് ആക്ട് ചെയ്യേണ്ടത് കേരള പോലീസാണ്. ആ കേരള പോലീസ് ആക്ട് ചെയ്യാത്തതിന് നമ്മളോടൊക്കെ കുതിര കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് ഇന്നീ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് പോലും നീതി കിട്ടാത്ത ഒരു പോലീസായി കേരള പോലീസ് മാറിയിരിക്കുക. അപ്പോൾ ഇവർ നടത്തുന്ന പ്രചരണം എന്താ? ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാജമായ പ്രചരണം എന്താ അവർ പറഞ്ഞത്? UDF-ന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ? വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ ചലഞ്ച് ചെയ്യുക. എന്തായാലും ഇല്ലാത്ത കാര്യങ്ങളിൽ വരെ ഞാൻ ചെയ്യാത്ത പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് ദേശാഭിമാനി എന്ന് വാർത്ത കൊടുത്തല്ലോ, കൈരളിയും വാർത്ത കൊടുത്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, കൈരളി അങ്ങനൊരു വാർത്ത കൊടുത്തോ? ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ? ആ ദിവസം അന്തിച്ചർച്ച വയ്ക്കില്ലേ? ദേശാഭിമാനി 8 കോളം നിർത്തില്ലേ? നിങ്ങളുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ? ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന നിങ്ങളുടെ ഒരു വാർത്ത, ബാക്കി ആരുടെയും വാർത്ത ഞാൻ ചോദിക്കുന്നില്ല. ദേശാഭിമാനിയുടെ കൈരളിയുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ? ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വന്ന ഒരു മോശം പരാമർശത്തെ പറ്റിയിട്ട് ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഷാഫി പറമ്പിലിൻ്റെ പേജിൽ നിന്ന് വന്നു എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ കാണിച്ചാൽ നിങ്ങൾ എനിക്ക് തരും. ഡയലൂട്ട് ചെയ്യാതെ. നമ്മളെല്ലാവരും കണ്ട മാധ്യമ സമ്മേളനമല്ലേ? അപ്പോൾ പിന്നോട്ട് പോയോ? ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ബഹുമാനത്തോടെ ചോദിക്കുന്നു, അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ലേ? അല്ല, അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല. അപ്പം ഈ ഷാഫി പറമ്പിലിൻ്റെ പേജിൽ നിന്ന് വന്നു എന്ന ഒരാരോപണത്തെ അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല, ശരിയല്ലേ? ഞാൻ ചോദിക്കുന്ന, ശരി, അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഓൺ ചെയ്യുന്നില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങ് അത് ഓൺ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. അങ്ങനെ കൺക്ലൂഷനിൽ നമുക്ക് എത്താമോ? അല്ല, അങ്ങനെ കൺക്ലൂഷനിലെത്താമെങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കാണിക്കാം.